കോതമംഗലത്ത് നീർത്തടാധിഷ്ഠിത ഭൂജല സംരക്ഷണം എന്ന വിഷയത്തെ മുൻനിർത്തി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഉമ്മൻചാണ്ടി സ്മാരക ഹാളിലായിരുന്നു പരിപാടികൾ. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഭൂജല വകുപ്പ്, എറണാകുളം ജില്ലാ ഓഫീസ്, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ നീർത്തടാധിഷ്ഠിത ഭൂജല സംരക്ഷണം എന്ന വിഷയത്തെ മുൻനിർത്തി ഏകദിന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പ്രോഗ്രാം. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഉമ്മൻചാണ്ടി സ്മാരക ഹാളിൽ നടന്ന പരിപാടികൾ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു. അവർ പറഞ്ഞു 10 പഞ്ചായത്തുകളിലും നേരിട്ട് പോയി പറഞ്ഞ് CDSനെയും ADSനെയും ഒക്കെ ഫോണിൽ വിളിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. നമുക്കറിയാം, ഭൂജല വകുപ്പുമായി ബന്ധപ്പെട്ട് കടുത്ത വേനൽക്കാലം കടന്നു വരുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, എന്തെല്ലാം കാര്യങ്ങൾക്ക് ഭൂജല വകുപ്പിന് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും മനസ്സിലാക്കിയിരിക്കേണ്ടതായിരുന്നു. പക്ഷേ മൈക്ക് പറയേണ്ട കാര്യമില്ല, ദൗർഭാഗ്യവരെന്ന് പറയട്ടെ, പിണ്ടിവനയിൽ നിന്ന് മാത്രമാണ് 2 മെമ്പർമാർ, സിബി പോളും മറ്റേ മെമ്പർ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ബ്രോഷർ വായിച്ചപ്പോൾ കേരളത്തിൽ 50 ലക്ഷം ഓപ്പൺ കിണറുകളുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ കിണറുള്ളതുകൊണ്ട് ഇതുവരെ വെള്ളത്തിന്റെ ദൗർബല്യം അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ താമസിക്കുന്ന പ്രദേശങ്ങളിൽ വേനൽക്കാലമാകുമ്പോൾ നിരവധി ആളുകൾ വെള്ളത്തിന് വേണ്ടി വിളിക്കാറുണ്ട്. നിരവധി വട്ടം വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ പോയി കുത്തിയിരുന്ന് സമരം നടത്തിയിട്ടുള്ള ജനപ്രതിനിധികളിൽ വെള്ളത്തിന്റെ പ്രാധാന്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. 50 ലക്ഷം കിണറുകളും 44 നദികളും നിരവധി കായലുകളും കുളങ്ങളും ജലാശയങ്ങളും ഒക്കെ ഉള്ള കേരളം വേനൽക്കാലമാകുമ്പോൾ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കും വെള്ളം കിട്ടുന്നതിന് വേണ്ടി നെട്ടോട്ടമോടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഭൂജലം ഉപയോഗിക്കപ്പെടുന്ന പ്രദേശം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി റജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാലി ഐപ്പ്, നിസാമോൾ ഇസ്മയിൽ, ADO അമിത, ജിയോഫിസിസ്റ്റ് ബിജി തോമസ് എന്നിവർ പങ്കെടുത്തു. റിട്ടയേർഡ് സീനിയർ ഹൈഡ്രോളജിയോളജിസ്റ്റ് ജില്ലാ ഓഫീസർ തോമസ് സ്കറിയ വിഷയാവതരണം നടത്തി. ഭക്ഷണത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് വിഷയത്തെ ആസ്പദമാക്കി ചർച്ചയും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കോതമംഗലം.